നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര ബംഗാളിലേക്ക് കടന്നിരിക്കുന്നു. എന്നാൽ ന്യായ് യാത്രയെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നാണ് മമതാ ബാനർജിയുടെ പ്രതികരണം. മാത്രവുമല്ല, ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജി നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചാബിൽ AAPയും സമാനമായ രീതിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. മുന്നണിയുടെ കൺവീനർ സ്ഥാനം ഏറ്റെടുക്കാൻ നിതീഷ് തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്ത് എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ വടകരയിൽ നിന്ന് ശ്രീ ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് ഒരു സന്തോഷ വാർത്തയാണെന്ന് തോന്നുന്നില്ലേ ഇന്ത്യ മുന്നണിയുടെ ഈ ഉള്ളിലുള്ള ഈ കലാപം? നമസ്കാരം സാർ. നമസ്കാരം. സത്യത്തിൽ ഇത് ഭാവി പറയാൻ വർത്തമാനത്തിൽ തന്നെ INDA മുന്നണി ഉണ്ടായിട്ടില്ലല്ലോ സാർ. അവർ തുടക്കത്തിൽ തന്നെ ഭിന്നിച്ചല്ലേ ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു പ്രതിപക്ഷം വേണ്ടേ ശ്രീ ബാലകൃഷ്ണൻ? ഒരു തെരഞ്ഞെടുപ്പിനൊക്കെ ഒരു ആവേശം വരണമെങ്കിൽ ഇത് വൺ സൈഡ് മാച്ച് പോലെ ആയി പോകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് അല്ലേ? ഒരിക്കലും അത് ഡെഫിനറ്റ്ലി വേണം പ്രതിപക്ഷം. പക്ഷെ പ്രതിപക്ഷ കോൺഗ്രസിന് സാധ്യമല്ല സാർ. ശരി. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കേരളത്തിൽ സൗത്ത് ഇന്ത്യയിലുള്ള ചില കക്ഷികൾ ഒഴിച്ച് ബാക്കി ആർക്കും ഈ തെരഞ്ഞെടുപ്പിന് NDAക്കെതിരായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. കാരണം കോൺഗ്രസ് തന്നെ ഹിമാചലിന്റെ മുഖ്യമന്ത്രിയും മറ്റുള്ളവരും അയോധ്യനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ INDA മുന്നണി എന്ന് പറഞ്ഞാല് അത് IA മുന്നണി തന്നെയാ. INDA സത്യത്തിൽ പറഞ്ഞാല് നിതീഷ് കുമാർ ഇപ്പം വെട്ടിലായിരിക്കുകയാണ്. അദ്ദേഹം NDAയുടെ പക്ഷത്തേക്ക് തന്നെ മറിയും. ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മറിയുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ അദ്ദേഹം മറിയും. കേരളത്തിലെ ചില ആൾക്കാർക്ക് അമിതമായിട്ട് ഇങ്ങനെ ആഹ്ലാദിക്കാം. 2024 നരേന്ദ്രമോദി അട്ടിമറിക്കും. ഇപ്പം തന്നെ ഒരു പ്രസംഗം നടന്നില്ലേ നിയമസഭയിൽ? അവർ പറയുന്ന ഒന്നും പ്രസംഗിക്കാനില്ല. അതാണ് ഇവർ പറയുന്ന രാഷ്ട്രീയ പ്രസക്തി ഇല്ല. രാഷ്ട്രീയ പ്രസക്തി ഉണ്ട്. കാരണം ഗവർണർക്ക് അതിലൊന്നും പറയാനുള്ള ഒരു സംഭവം ഇല്ല. INDA മുന്നണിയാണിവർ. അപ്പൊ അതുകൊണ്ട് ഈ മുന്നണി എവിടെ എത്തൂല, ക്ലച്ച് പിടിക്കൂല. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചും സംഘപരിവാർ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചും INDA തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. അത് അടിവരയിട്ട് പറയുന്നു. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മുഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ മഞ്ചേരിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ മുഹമ്മദിന് ഒരുപക്ഷെ ഇതൊരു ദുഃഖവാർത്തയായിരിക്കും അല്ലേ, ഈ മുന്നണി വേണ്ട രീതിയിൽ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച രീതിയിൽ ഒന്നിച്ച് നീങ്ങുന്നില്ല എന്നത്? നമസ്കാരം സാറേ. നമസ്കാരം ശ്രീ മുഹമ്മദ്. ദുഃഖവാർത്തയൊന്നുമില്ല, എങ്കിലും പുറ്റുമാരിയാ പൊടിഞ്ഞു പോവുകയാണ്. ഉണ്ടായോലൊക്കെ ഇങ്ങനെ മാറി പോവുകയാണ്. ഞങ്ങളില്ല എന്നൊക്കെ പറയാണ്. അപ്പൊ പിന്നെ ഇവരെ കൂട്ടിയിട്ട് മുന്നണി ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ വഴിയിലും വെച്ച് ഇവര് പുറ്റുമാരി പൊടിഞ്ഞു പോവുമല്ലോ. ശ്രീ മുഹമ്മദ് ഒരു ഇടതുപക്ഷ ആശയക്കാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ശ്രീ മുഹമ്മദിനൊക്കെ ഇനി എങ്ങനെയാണ് തോന്നുന്നത്? ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമില്ലാത്ത അവസ്ഥ വരുമെന്നാണോ? അത് വരും എന്നുള്ള ഒരു ഇത്. കാരണം വെച്ചാൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റൂല, കോൺഗ്രസ് ആയിട്ട് മുന്നണി ഉണ്ടാക്കാൻ പറ്റൂല. പിന്നെ ഇപ്പൊ ആരവിടെ ഉള്ളത്? ആ എല്ലാ ആൾക്കാരായിട്ട് പാകപ്പെട്ട ആൾക്കാർ വേണം. ചങ്ങാതി എന്നാലേ കർണാടക ഉള്ളൂ എന്ന് പറഞ്ഞാല് ഇത് ഒരു സുഖം തോന്നുന്നില്ല. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കൃഷ്ണദാസ് എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണദാസ്, ഒരു ശക്തമായ പ്രതിപക്ഷമാകാൻ ഇന്ത്യ മുന്നണിക്ക് ഇനിയും അവസരമുണ്ടോ? ഇല്ല, ഇന്ത്യ മുന്നണിക്ക് അവസരം ഇനിയില്ല. കാരണം ഇത് ഏച്ചുകെട്ടിയാ മുഴച്ചിരിക്കുന്ന നമ്മളെ ഒരു പഴഞ്ചൊല്ലില്ലേ, അതുപോലെ ആയിപ്പോയോ? അതേപോലെയാണ് ഇപ്പൊ ഈ മുന്നണി ഉണ്ടാക്കിയത്. കാരണം എന്ന് പറയുന്നത് അവർക്ക് ഈ പ്രാദേശിക പാർട്ടികൾക്ക് അവരവർക്ക് അവിടെ ഉള്ള സാമ്രാജ്യം നിലനിർത്തണം. ഞാൻ ചോദിക്കുന്നത്, ഈ പ്രാദേശിക പാർട്ടികൾ അതാത് സ്ഥലത്ത് വലിയ ശക്തിയായി വരുമോ? ഇപ്പൊ ബംഗാളിൽ മമതയും അവരുടെ തട്ടകം നിലനിർത്തണം. അപ്പൊ അതിനു വേണ്ടിയുള്ള കളികളാണ് അവര് നടത്തുന്നത്. അല്ല, അങ്ങനെ നിലനിർത്തിയില്ലേ പിന്നെ അവർ പൊളിഞ്ഞു പോകില്ലേ അവരുടെ തട്ടകം? അല്ല, അതാണ്. അപ്പൊ അതിനുള്ളതാണ് അവര്. അപ്പൊ ഈ കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവർക്കത് നിലനിർത്താൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ഈ മമതാ ബാനർജിയെ തന്നെ എടുക്കാം. കോൺഗ്രസിൽ നിന്ന് പിണങ്ങിപ്പോയതല്ലേ. പിണങ്ങിപ്പോയി അവിടെ പ്രാദേശികമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി അവിടെ പിന്നെ സർവാധിപത്യത്തെ ഭരിക്കുന്ന ഒരു നേതാവല്ലേ. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദുബൈയിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ശ്രീ അബ്ദുറഹ്മാൻ,
ശ്രീ അബ്ദുൾ റഹ്മാന് എന്ത് തോന്നുന്നു? ഒരു എതിരാളിയില്ലാതെ തെരഞ്ഞെടുപ്പിലേക്ക് NDAക്ക് പോകാൻ കഴിയും എന്ന് അവർക്ക് ആഹ്ലാദിക്കാൻ വകയുണ്ടോ? ഹലോ, ഏതായാലും ഇതിലെ വിഷയമല്ലാത്തൊരു കാര്യത്തിന് ഒരാൾ പറഞ്ഞതുകൊണ്ട് ഞാൻ മറുപടി പറയാന്ന്. നമ്മുടെ ഗവർണർ മാനസികമായി തകർന്നിരിക്കുകയാണ്. RSSന്റെ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ ജനങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ എന്നുള്ള ആവേശം കൊണ്ടാണ് അദ്ദേഹം കൂടുതൽ നിൽക്കാൻ. ഇനി വിഷയത്തിലേക്ക് വരാം. മുൻപ് പറഞ്ഞായിരുന്നു ജ്യോതി ബാസു ഏറ്റവും ഒരു മണ്ടത്തരമാണ് ചെയ്തത് എന്ന്. പക്ഷെ ഇപ്പോഴാണ് ജനങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നത് അത് മണ്ടത്തരമല്ല, ശരിയായ ഒരു തീരുമാനമായിരുന്നു എന്ന്. കാരണം കോൺഗ്രസിനെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഈ BJPയുടെ അജണ്ട നടപ്പിലായി കഴിഞ്ഞു. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം അത് നടപ്പിലായി. ഇനി വിരലിലെണ്ണാവുന്നത് മാത്രമേ ബാക്കിയുള്ളൂ. അതും പൈസ കൊണ്ട് ഏത് സമയത്തും മേടിക്കാൻ പറ്റും. അപ്പം ഇതിന്റെ ഇന്ത്യ മുന്നണി വളരെയധികം വിജയിക്കുമായിരുന്നു. തലപ്പത്ത് കോൺഗ്രസ് വരാൻ പാടില്ലായിരുന്നു. ആം ആദ്മിയോ അല്ലെങ്കിൽ തൃണമൂൽ അല്ലെങ്കിൽ മറ്റേ നിതീഷ് കുമാർ ഇങ്ങനെയുള്ളവർ വന്നതാണെങ്കിൽ ഈ ഇന്ത്യ മുന്നണി വിജയിക്കുകയും ചെയ്യും. BJPയുടെ പൊടി പോലും കാണത്തുമില്ല. കാരണം ആ സമയത്തും വിരലിലുണ്ടാവുന്ന കോൺഗ്രസ്സുകാരെ ഈ രാജ്യസഭ അവിടെ ഉണ്ടാവത്തുള്ളൂ. കാരണം അവരെ മറ്റൊരു BJP വിലക്ക് മേടിച്ചാലും ഭരണം കിട്ടില്ലായിരുന്നു. അപ്പം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക കക്ഷികൾ ശക്തി പിടിക്കും എന്നാണ് താങ്കൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് അല്ലേ? പശുവും ചത്തു മോരിലെ പുളിയും പോയി എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസിന് ഇതുവരെ ആ തിരിച്ചറിവ് വന്നിട്ടില്ല. കാരണം അവർ തലപ്പത്ത് തന്നെ വേണം, അവരുടെ അജണ്ട മാത്രമേ നടപ്പിലാക്കൂ. എല്ലായിടത്തും ഉള്ള ഒരു പാർട്ടി അവരല്ലേ, അവരല്ലേ അംഗീകരിക്കേണ്ടത് എല്ലാ സംസ്ഥാനങ്ങളിലും. അംഗീകരിക്കാം. ഹലോ, എല്ലാ സംസ്ഥാനങ്ങളിലും അവരല്ലേ ഉള്ളത്. അപ്പൊ അതല്ലേ ഇല്ല, സംസ്ഥാനങ്ങളിൽ ഉണ്ടെങ്കിലും അവരിൽ ആരാണ് ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരനായിട്ടുള്ളത്? ഇല്ലല്ലോ, ആരുമില്ല. ഏത് സമയത്തും BJPയുടെ ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ആണ് ഉള്ള സംസ്ഥാനങ്ങളിലുള്ളത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശശിധരൻ എന്നൊരു പ്രേക്ഷകൻ വയലാറിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ ശശിധരൻ, ഈ പ്രാദേശിക കക്ഷികളെ നേതൃത്വം ഏൽപ്പിച്ചാൽ ഇന്ത്യ മുന്നണി മെച്ചപ്പെടും എന്നാണ് ദുബൈയിൽ നിന്ന് അബ്ദുറഹ്മാൻ പറയുന്നത്. അങ്ങനെ വല്ല സാധ്യതയുണ്ടോ? അബ്ദുറഹ്മാന്റെ പാർട്ടിക്കാരെ ഏൽപ്പിച്ചാൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ കേരളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ കൊടിയുള്ളൂ. എന്റെ പൊന്ന് നാണം കെട്ട വർത്താനം പറയാതിരിക്കുക സ്നേഹിതനോട് കേട്ടോ. അങ്ങനെ അതിന്റെ അല്ല പറഞ്ഞ അല്ല, അങ്ങനെ ദിവസവും ഇരുന്നോണ്ട് സ്തുതി പാടണുണ്ടല്ലോ. അങ്ങനെ കേരളത്തിലോട്ടൊന്ന് വരാൻ പറ, കേരളത്തിലെ അവസ്ഥ കണ്ടിട്ട് സ്തുതി പാടാൻ പറ. പിന്നെ വിഷയത്തിലേക്ക് വരാം. കാരണം കോൺഗ്രസ് അല്ലാതെ ആരുണ്ടെന്നാണ് ഈ പറയണത്. വേറെ ആരുണ്ടെന്നായി പറയുന്നത്. ഏറ്റവും വലിയ കക്ഷി ഇപ്പോഴും പ്രതിപക്ഷത്ത് കോൺഗ്രസ് തന്നെയാണ്, അത് എല്ലാവർക്കും അറിയാം. പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ സംസ്ഥാനത്തും അവരവർക്ക് കൂടുതൽ സീറ്റ് വേണം, കോൺഗ്രസിന് 1-2 കൊടുക്കാന്നൊക്കെ പറയുമ്പോഴാണ് ഈ മുന്നണി മുന്നോട്ട് പോകാത്തത്. പിന്നെ കാട്ടിൽ പോലും ഈ ജീവികളെല്ലാം കൂടെ യോജിച്ചു കഴിയുന്നു. ഈ മുന്നണിയിലുള്ള പിന്നെ ആടും കോഴിയും പക്ഷിയും പല വിധമായിട്ട് പറക്കാന്നൊക്കെ കുറെ പക്ഷികളും നാനാവഴിക്ക് പിന്നെ എതിരാളെ നിൽക്കുന്ന കുറെ ജീവികളും അല്ലാണ്ട് ഐക്യം ഉണ്ടായിരുന്നു. എവിടെ ഐക്യം ഉണ്ടാകുന്നത്? കോൺഗ്രസിൽ പോലും ഇല്ല ഐക്യം. അത് വേറൊരു കാര്യം. അതാണ് ഈ മുന്നണി ഒരിക്കലും കണ്ടുപിടിക്കാത്തത്. NDAയുടെ കാര്യം ശ്രദ്ധിച്ചാൽ NDAയില് ഒരു കാര്യം BJP തീരുമാനിച്ചാൽ അവർ നടപ്പാക്കും. ഈ ഇലക്ഷനും കൂട്ടുവാരിക്കൊണ്ട് NDA പോകുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഉത്തമൻ എന്നൊരു പ്രേക്ഷകൻ എറണാകുളത്ത് നിന്ന് ചേരുന്നു. ശ്രീ ഉത്തമൻ, ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ ചില പ്രശ്നങ്ങൾ ഉണ്ടായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് ഒന്നിക്കേണ്ടി വരുമോ? എന്താണ് ശ്രീ ഉത്തമന് തോന്നുന്നത്? എനിക്ക് വേറിട്ട ഒരു അഭിപ്രായമുള്ളൂ സാറേ. ഈ കുറച്ചു മുമ്പ് 1-2 സംഘപരിവാറിന്റെയും BJP പറഞ്ഞോട്ടെ അവരുടെ അഭിപ്രായം. ഞാൻ താങ്കളുടെ അഭിപ്രായം ചോദിച്ചു. അല്ല, എന്റെ ഒരു വേറിട്ടൊരു അഭിപ്രായം ഞാൻ പറയുകയാണ്. ഹലോ, എന്റെ വേറിട്ടൊരു അഭിപ്രായം എന്ന് പറയാം. കാരണം സംഘപരിവാർക്കാരും BJPക്കാരും പറഞ്ഞത് സാർ കേട്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് IND-IA, ഈ IA എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ നാണം കെടുത്തുന്ന ഇന്ത്യ എന്നുള്ള സംസ്കാരം അവനൊക്കെ പഠിക്കാൻ പറ. ലോകത്തെ വൃത്തികെട്ട സംസ്കാരമാണ് ഭാരതം. ഞാൻ പെലേനാണ്. നരൻ അശുദ്ധ വസ്തു പോലും ധരയിൽ നടപ്പത് തീണ്ടലാണ് പോലും. ഹരഹര ഇങ്ങനെ നാടുമുണ്ടെന്ന് കവിവാരി ചോദിച്ചിട്ടുണ്ട്. പട്ടിക്കും പൂച്ചക്കും അങ്ങനെയല്ല എന്നെ പോലുള്ള പുലയ വർഗത്തിന്. ഇവിടുത്തെ ദളിതനെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽ പെട്ടാ പോലും ദോഷമാണെന്ന് വൃത്തികെട്ട സംസ്കാരമാണ് ഭാരത സംസ്കാരം. ഇന്ത്യൻ സംസ്കാരം അവനൊന്ന് പഠിക്കാൻ പറയാം. ദ്രാവിഡ സംസ്കാരമാണ്. ദ്രാവിഡ സംസ്കാരത്തിന് ഏക ദൈവമുണ്ട്. ഇവനൊക്കെ പറയാമോ? ഈ BJPക്കാരെ ഞാൻ വെല്ലുവിളിക്ക്. ഈ പറഞ്ഞ ശ്രീരാമൻ മാത്രമാണ് ഇന്ത്യയിൽ ഒരു ദൈവം എന്ന് പറയാൻ പറ്റും. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ? എല്ലാവരെയും അംഗീകരിക്കുന്നു എന്നല്ലേ ഭാരതീയമായ ചിന്താഗതി? എന്താ പറഞ്ഞ ശ്രീരാമൻ മാത്രമാണ് ദൈവം എന്നാരെങ്കിലും പറയുന്നുണ്ടോ? എല്ലാ ദൈവങ്ങളെയും ഇന്ത്യ ഈ ഭാരതം എന്ന് പറഞ്ഞ ഏക ഇതിലേക്കാണ് ഇവന്മാരൊക്കെ വരുന്നത്. പറയട്ടെ, ഈ ഒറ്റ ദൈവമുള്ളെന്ന് പറയട്ടെ. ഞാൻ വേറെന്ന് പറയാം. ഡോക്ടർ അംബേദ്കറെ പോലെ അംബേദ്കറുടെ തലമുറയെ
പിന്നെ ഈ കോൺഗ്രസ്സുകാരന് ഇപ്പൊ പറ്റിയ അബദ്ധം ഞാൻ പറഞ്ഞുതരാം. അവനൊക്കെ ഈ ഡോക്ടർ അംബേദ്കറുടെ വേദന മനസ്സിലാക്കിയിട്ടില്ല. അവൻ എന്ന് വേദന മനസ്സിലാക്കി തിരിച്ചു വരണോ, അപ്പൊ കടലിനെ പോലെ കടല് പിന്നോട്ട് പോണത് ശക്തിയോടെ തിരിച്ചു വരിക. കോൺഗ്രസ് ശക്തിയോടെ തിരിച്ചു വരണമെങ്കിൽ ഇവിടുത്തെ ആദിവാസിയും ദളിതന്റെയും വേദന കണ്ട് അവനെ പിടിച്ചു ഉയർത്താൻ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇപ്പൊ നയിക്കുന്നത് തന്നെ ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാളല്ലേ? അതിപ്പോ രാഷ്ട്രപതി എത്രയോ രാഷ്ട്രപതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ മെർമു രാഷ്ട്രപതിയല്ലേ എന്ന് വെച്ചാൽ നമ്മളെ തങ്കീർ, അതൊക്കെ തന്ത്രമല്ലേ സാറേ? അത് പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരട്ടെ. പ്രധാനപ്പെട്ട രാഷ്ട്രപതിയേക്കാൾ പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഉണ്ടോ ഇനി ഇന്ത്യയിൽ? അത് കണ്ടില്ലല്ലോ ശ്രീരാമനെ സമയത്ത്. രാഷ്ട്രപതിനെയൊക്കെ വെറുതെ ഇതാക്കി വെച്ചേക്കില്ല. പ്രധാനമന്ത്രിയല്ലേ മെയിൻ. പ്രധാനമന്ത്രി പറയണനുസരിച്ചല്ലേ ഇവർ കേൾക്കുള്ളൂ. സാർ എന്താ അത് മനസ്സിലാക്കാതെ? ഇവിടുത്തെ പുലയന്യം പറയേണ്ടൊക്കെ ചാപം അവർക്കുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ പ്രധാനമന്ത്രി ആയാലും അദ്ദേഹവും ഒരു പിന്നോക്ക വിഭാഗക്കാരനാണ്. എന്ത് പിന്നോക്ക ഇതൊക്കെ തന്ത്രമല്ലേ സാറേ? അത് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞു സാറ് മനസ്സിലാക്കിയത് ഒരു കാര്യം. ഇന്ത്യ എന്ന് പറഞ്ഞ ആ വാക്കിന് നാണം കെടുത്ത് ഇന്ത്യൻ സംസ്കാരമാണ് ഏറ്റവും വലിയ സംസ്കാരം. അത് ദ്രാവിഡ സംസ്കാരമാണ്. ഇൻഡിപെൻഡന്റ് നാഷണൽ ഇന്ത്യ എന്നത് ഇന്ത്യയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒട്ടനവധി സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു, ഒട്ടനവധി അനാചാരങ്ങളും ഉണ്ടായിരുന്നു. ഈ അനാചാരങ്ങൾക്കെതിരെ വളരെ ശക്തമായി പോരാടിയ ആളുകളിൽ ഒരാളാണ് മഹാനായ അംബേദ്കർ. അദ്ദേഹത്തിന്റെ ആശയങ്ങളാണ് നമ്മൾ ഭരണഘടന എന്ന രീതിയിൽ നമ്മൾ ഇന്ന് ഉയർത്തിപ്പിടിക്കുന്നത്. ആ ഭരണഘടന ഇല്ലാതാക്കാൻ പോവുകയാണല്ലോ. കണ്ടോ സാറേ ഈ താമസിയാതെ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ കഴിഞ്ഞ ശ്രീരാമന്റെ ആ പ്രതിഷ്ഠ സമയത്ത് എന്തോരം ഒരു ട്രസ്റ്റുകൾ അവരുടെ ക്രൈസ്തവ പള്ളികളെ ഈ BJP-കാരന്മാർ എത്രയോ ക്രൈസ്തവ പള്ളികൾ നശിപ്പിച്ച് കളഞ്ഞു. ഞാൻ പറഞ്ഞ താമസിയാതെ ഇവന്റെയൊക്കെ ഈ വരവ് അപകടമാണ്. BJP ലോകോത്തര ഏറ്റവും വലിയ ക്ഷുദ്രജീവിയാണ്. അതിനെ എന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതിന് മുൻപന്തിൽ നിൽക്കേണ്ടത് ഇവിടെ അംബേദ്കറുടെ ആശയം തന്നെ. അത് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അത് കോൺഗ്രസിനോട് പരിണമിക്കും. അത് കാലം മാസങ്ങളോട് കണ്ടോ. അടുത്ത ഒരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് വളരെ നന്ദി ശ്രീ ഉത്തമൻ എറണാകുളത്ത് നിന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്ത്. തങ്കച്ചൻ എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നത് അടിമാലിയിൽ നിന്നാണ്. ശ്രീ തങ്കച്ചന് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ പരിണമിക്കും? അദ്ദേഹത്തിന് ടെലിഫോണിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. മറ്റൊരു ആൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, റഷീദ്. ശ്രീ റഷീദിന് എന്ത് തോന്നുന്നു? എങ്ങനെ ഈ രാഷ്ട്രീയം മുന്നോട്ട് പോകുമെന്നാണ് റഷീദ് കണക്കാക്കുന്നത്? ഞാൻ വിലയിരുത്തുന്നത് രാഹുൽ ഗാന്ധി നയിച്ച ജോഡോ യാത്ര, ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യായ് ജോഡോ യാത്ര, മതേതര ഇന്ത്യ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നതായിട്ടാണ് നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ മനസ്സിലാവുന്നത്. ഇപ്പോഴത്തെ ഈ കോലാഹലങ്ങളൊന്നും അതൊന്നും ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ ഒരു യാത്ര ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രബല വ്യക്തിയായ മമതാ ബാനർജിയോട് അറിയിക്കണ്ടേ? ബംഗാളിലേക്കൊന്ന് കടക്കുമ്പോൾ അവിടെ എന്താണ് നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ബംഗാൾ മാത്രമല്ല. അല്ല, പക്ഷെ ഇന്ന് ബംഗാളിലല്ലേ യാത്രയുള്ളത്? പാർട്ടിയുടെ നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ഒക്കെയാണ് മമതാ ബാനർജി. മമതാ ബാനർജിക്ക് BJP-യുമായിട്ട് ഒരു സഖ്യമുണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയില് ഒരുപാട് കക്ഷികളുണ്ട്. നമ്മുടെ ഉണ്ടതാണ് ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണിയിൽ ഒന്നോ രണ്ടോ അപശബ്ദങ്ങൾ വരുമ്പോൾ ഞാൻ ഇല്ലാതായി പോകുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് അവർ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ആളാണെന്ന് പറയുന്നത് ഞാനല്ല, ജയറാം രമേശാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ആണ്. ഇപ്പൊ ഈ ഘടകത്തെ നിങ്ങൾ ഒന്ന് ഇത്രയും വലിയൊരു യാത്ര ബംഗാളിലൂടെ കടന്നു പോകുമ്പോൾ അറിയിക്കാത്ത തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അതിന് മാറ്റങ്ങൾ ഉണ്ടാകും. അല്ല, ഞാൻ പറയും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാറ്റം ഉണ്ടായിക്കോട്ടെ, പക്ഷെ മാറ്റങ്ങൾ വരുമല്ലോ. ഞാൻ ചോദിക്കുന്നത് ഒരുപാട് കക്ഷികൾ ചേർന്നുണ്ടാക്കിയ ഒരു മുന്നണി. ഞാൻ ചോദിക്കുന്നത് അതെ, ആ മുന്നണി സംവിധാനത്തില് ഈ മമതാ ബാനർജി ഒന്ന് അറിയിക്കുന്നത് കൊണ്ട് എന്തായിരുന്നു തെറ്റ്? ഇങ്ങനെ ഞങ്ങളുടെ യാത്ര ബംഗാളിലൂടെ പോകുന്നു ഇപ്പൊ പറയുന്ന അഭിപ്രായം നാളെ പറയില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇന്ന് പറയുന്നതായിരിക്കില്ല നാളെ മമതാ ബാനർജി പറഞ്ഞ. ഇപ്പോഴുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ അത് അവർ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇന്ത്യ മുന്നണിയെ ആ രൂപത്തിലേക്ക് വരുമ്പോൾ അവർ താനെ ഇന്ത്യ മുന്നണിയിലേക്ക് വരും. BJP മുന്നണിയിലെ NDA-യിലേക്ക് അവർ പോവില്ല. ശരി, ഏതായാലും അങ്ങയുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നാരായണൻ നായർ എന്നൊരു പ്രേക്ഷകൻ പത്തനംതിട്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നാരായണൻ നായർക്ക് എന്ത് തോന്നുന്നു? ഇന്ത്യ മുന്നണി ഈ തുടക്കത്തിലുള്ള കല്ലുകടിയെല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും ഒറ്റക്കെട്ടം ആകുമോ? ഗുഡ് ഈവനിങ് സാർ. അങ്ങേക്കും അങ്ങയുടെ പ്രേക്ഷകർക്കും എന്റെ എല്ലാ വിധമായ ഗുഡ് ഈവനിങ്ങും. ആദ്യം തന്നെ സാറേ, ഞാൻ അങ്ങയോട് ഒരു കംപ്ലൈന്റ് കൂടെ പറയാം. പക്ഷെ എല്ലാവരും ഈ
വിഷയത്തിൽ നിന്ന് മാറിയാണ് സംസാരിക്കുന്നത്. ചിലർ ആരിഫ് മുഹമ്മദ് ഖാനെ കുറ്റം പറയാനും ചിലർ രാമക്ഷേത്രം പണിയനെ പറയാനും എല്ലാവരുമാണ് വെക്കുന്നത്. പക്ഷെ താങ്കൾ അത് അനുവദിക്കുന്നുമുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം ഇന്നത്തെ അതല്ലല്ലോ സാർ. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമതാ ബാനർജി അതുകൊണ്ടുള്ളവർ മാറിപ്പോയതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് എന്തെങ്കിലും കുഴപ്പം കിട്ടുമെന്ന്. പക്ഷെ എന്റെ മറ്റൊരു അഭിപ്രായമാണ് സാറേ. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രതിഫലനം സീറ്റ് കുറയുന്ന മിക്കവാർക്കും BJP നയിക്കുന്ന NDAക്കായിരിക്കും. കാരണം എന്താന്ന് ചോദിച്ചാൽ ഇവര് ലാലു യാദവിനെ ഇതിനകത്ത് കയറ്റിയ കോടതിയിൽ കയറ്റിയ ശിക്ഷ വാങ്ങിക്കൊടുത്ത കോൺഗ്രസ് അവരുമായിട്ട് ഒന്നിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു പോയ മമതാ ബാനർജി അവരുമായിട്ട് ഒന്നിക്കുന്നു. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ശത്രുതയെ പകർക്കുന്ന മാർക്സിസ്റ്റും CPM-ഉം കോൺഗ്രസും കൂടെ ഒന്നിക്കുന്നു. ഇതൊക്കെ ജനങ്ങൾ കാണുന്നില്ലേ സാറേ? അപ്പൊ എന്ത് സംഭവിക്കുന്നതാണ് ശ്രീ നാരായണൻ നായർ? ഇവര് മാറിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിന്റെ എഫക്ട് പറ്റുന്ന BJPക്ക് മാത്രമായിരിക്കും. അവർക്കേ സീറ്റ് കുറയത്തുള്ളൂ. ഇവർ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ജനങ്ങളിൽ ഒരു സംവിധാനം ഉണ്ടായിരിക്കുവാണ്. ഈ പറയുന്നവർ മൊത്തം കള്ളന്മാരാണ്. ഇവര് സമയോചിതം പോണൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരത്തിനും ആര് പ്രധാനമന്ത്രി ആകുമെന്നുള്ള ഉദ്ദേശത്തിലുമാണ് ഇവര് മത്സരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ മത്സരിക്കുമ്പോൾ മറ്റവർക്ക് സീറ്റ് കൂടുകയല്ലേ വേണ്ട? എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലായി. അപ്പൊ അന്നേരത്തെ ആൾക്കാരെ ഇവരുടെ കൂടെ നിന്നിട്ട് വോട്ട് സ്ഥിരമായിട്ടുള്ള ഒരു ഗവൺമെന്റിട്ട് വോട്ട് ചെയ്യും. അല്ലെങ്കിൽ പഴയ ചന്ദ്രശേഖരന്റെയോ അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ഈ ദേവഗഡിയോ ഇവരൊക്കെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആ സ്ഥിതിവിശേഷം വരുമെന്ന് VP സിംഗും ഒക്കെ ആ സ്ഥിതിവിശേഷം വരുമെന്ന് ജനങ്ങൾക്കറിയാം. ശരി, ഏതായാലും എനിക്ക് അത് വ്യക്തമായില്ല. ഏതായാലും അടുത്ത ഒരു പ്രേക്ഷകൻ കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. അഭിലാഷ് എന്നൊരു പ്രേക്ഷകൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അഭിലാഷിന് എന്ത് തോന്നുന്നു? അങ്ങനെ ഇന്ത്യ മുന്നണിയിലെ ഈ ഭിന്നിപ്പ് എന്ന് തീരും എന്ന് കരുതാനാകും? സാറേ, ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അതായത് ആ ഉത്തമൻ സഖാവിനോട് പറഞ്ഞു, കണ്ടമാനം ഞങ്ങളെ ആക്ഷേപിക്കരുത്, ഞങ്ങളൊക്കെ ഒരു ശ്രീരാമ ഭക്തനാണ്, അത് പുള്ളിക്ക് ഇഷ്ടമില്ല, പുള്ളി ആരാധിക്കണ്ട, ഞങ്ങളെ ചണ്ടിക്കൊള്ളുന്ന വർത്താനം പറയരുതെന്ന്. അഭിലാഷുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് തോന്നുന്നത്. ഏതായാലും ഭാരത് ജോഡോ യാത്ര ബംഗാളിലേക്ക് കടന്നപ്പോൾ തന്നെ അറിയിച്ചില്ല എന്ന മമതാ ബാനർജിയുടെ പ്രതികരണം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് വിള്ളൽ വീഴ്ത്തുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ മമതാ ബാനർജി ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന പ്രഖ്യാപനം അത് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി BJP നേരിടും എന്ന ആശങ്കയ്ക്ക് വിരാമം, അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി നേരിടും എന്ന ആശങ്കയ്ക്ക് BJP പാളയത്തിലുണ്ടായിരുന്ന ആശങ്കയ്ക്ക് വിരാമമായി എന്നാണ് ആ BJP കേന്ദ്രങ്ങളിലുള്ളവരുടെ കണക്കുകൂട്ടൽ. ഏതായാലും 28 രാഷ്ട്രീയ പാർട്ടികളുടെ സഖ്യമാണ് ഇന്ത്യ മുന്നണി. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചത്ര ഒരു വിജയം UPA പാർട്ടികൾക്ക് ഉണ്ടായില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ശക്തിയായി വരും എന്ന പ്രതീക്ഷ പലരും വെച്ച് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഈ രാജ്യസഭയിലും ലോക്സഭയിലും മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ തിരുവനന്തപുരത്ത് നിന്നാണ് ചേരുന്നത്. ശ്രീ ജയകുമാർ, കേൾക്കാമോ? കേൾക്കാം സർ, കേൾക്കാം. ശ്രീ ജയകുമാറിന് എന്ത് തോന്നുന്നു? ഈ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ മറിയുമെന്നാണ് ശ്രീ ജയകുമാർ കരുതുന്നത്? സാറേ നമസ്കാരം. താങ്കളെ ഇന്നത്തെ വിഷയം ഇന്ത്യ മുന്നണിയാണല്ലേ? അല്ല ആരിഫ് ഖാനും രാമക്ഷേത്രം ഒന്നും അല്ലല്ലോ. അല്ല, ഈ ഗൾഫിൽ നിന്ന് വിളിക്കുന്ന ഇയാൾ അല്ല, അദ്ദേഹത്തെ വിട്ടേക്കുന്നേ. നമ്മളെ പോട്ടെ, വിഷയത്തിൽ സംസാരിക്കാൻ പറയണം. അയാളുടെ ഉപദേശമൊന്നും BJPക്കോ കോൺഗ്രസിനോ വേണ്ട. അയാൾ ആകെ പാർട്ടി ഉള്ളത് കേരളത്തിലാണ്. ഈ കൊടി പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അയാളെ ഈ ദുബായിൽ ഇയാൾ മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഇയാൾ ദിവസം വിളിച്ചിട്ട് ഈ ബാക്കിയുള്ള പാർട്ടികളെ ആക്ഷേപിക്കുന്ന വിഷയത്തിൽ ഇത് സംസാരിക്കാൻ പറയണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിഷയത്തിൽ. പിന്നെ സാർ ഒന്ന് പറഞ്ഞതിൽ എനിക്കൊന്ന് സംശയം ചോദിക്കാറുണ്ട്. ഈ മമതാ ബാനർജിയെ അറിയിക്കാത്തതല്ല, ക്ഷണിക്കാത്തതാണ് അവരുടെ പരാതി. അവരുടെ സാറ് പറയുന്നതൊക്കെ അറിയിച്ചില്ല എന്നാണ്. എല്ലാ സ്റ്റേറ്റിലും ഓരോ സ്റ്റേറ്റിലും പോകുമ്പോൾ അവരവരെ അറിയിക്കുന്നുണ്ട്. അല്ല, ബംഗാളിലേക്ക് കടക്കുമ്പോൾ തന്നോട് പറഞ്ഞില്ല എന്നതാണ് അറിയിക്കുക എന്ന് പറയുന്നത്. എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞതിന് ഞാൻ അങ്ങനെ വായിച്ചു എന്നേ ഉള്ളൂ. അവരുടെ പരാതി പറഞ്ഞില്ല എന്നല്ല സാറേ, രണ്ടും ശരിയാണ് സാർ വായിച്ചത്, കറക്റ്റാണ്. പറഞ്ഞില്ല എന്നല്ല, അവരെ ക്ഷണിച്ചില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. എല്ലാ സ്റ്റേറ്റിലും നമ്മൾ അറിയിക്കുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റിലും അറിയിച്ചിട്ടാണ് ഈ പോകുന്നത്. അത് ഓരോരോ പാർട്ടിക്കാർ അവർ ഈ ആശയം ആദ്യം കൊണ്ടുവന്ന കോൺഗ്രസ് അല്ല. ഈ മൂന്നാം മുന്നണി എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന കോൺഗ്രസ് അല്ല. ഈ മമതയും നിതീഷ് കുമാറും ഈ ടീമും എല്ലാം കൂടെ കൂടി ആലോചിച്ചാണ്
ഈ ആദ്യ ഇതിന്റെ തുടക്കം കുറിക്കുന്നത്. അങ്ങനെയാണ് ഈ കോൺഗ്രസ് ഏറ്റെടുത്തത്. അവർക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്ക് അവരുടെ സീറ്റ് മൊത്തം നിലനിർത്തണം, എന്നിട്ട് ഇന്ത്യ മുന്നണി എന്ന് പറയൂ. ആദ്യം കാലുമാറിയത് ഇവിടെ CPM ആണ്. ഇടതുപക്ഷമാണ് ആദ്യം ഇന്ത്യ മുന്നണി എന്ന് കാലുമാറിയത്. അവർ ഒരു ഇതിലും രംഗത്ത് വന്നിട്ടില്ലായിരുന്നു. എന്നിട്ട് ഇരുന്ന് കുറ്റം പറയുക വെറുതെ. ഓരോ സ്റ്റേറ്റിൽ ചെല്ലുമ്പോൾ അവരവർക്ക് മെജോറിറ്റി ഉള്ളവർക്ക് സീറ്റ് കൂടണം. ഇതാണ് അവർ താല്പര്യം. പിന്നെ എന്തിനാ ഇന്ത്യ മുന്നണി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് ഒരു ഐക്യം വേണം, എല്ലായിടത്തും എന്നാലും ഒരു ഐക്യം വേണം. ഇത്രയേ ഉള്ളൂ സാർ, ഞാൻ സമയം എടുക്കട്ടെ. യെസ്, വളരെ വ്യക്തമാണ് ജയകുമാറിന്റെ അഭിപ്രായം. രതീഷ് എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. ശ്രീ രതീഷിന് എന്ത് തോന്നുന്നു? ഒപ്പം ഉണ്ണികൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പോത്തങ്കോട് പൂനത്തറ ശാന്തിഗിരി എന്ന് പറയും. അറിയാം. ശ്രീ ഉണ്ണികൃഷ്ണൻ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, അതിനു മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി കുറച്ചു കാലം മുമ്പ് ഇവരെ കുറിച്ച് ഈ NDA കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നു ഏട്ടാ, ശ്രദ്ധിച്ചാണല്ലോ. ഈ അവിയല് ഇത് പാർട്ടി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞായിട്ട് ഓർമ്മയുണ്ടോ? അല്ലേ, ഞാൻ മനസ്സിലായില്ല, എനിക്ക് ഓർമ്മയില്ല. എന്തെന്നാ? അതായത് ഈ അവിയല് പാർട്ടി നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് NDA എന്ന് പറഞ്ഞ ഒരു അവിയൽ വരുവാണല്ലേ. പക്ഷെ പ്രധാനമന്ത്രിക്ക് അറിഞ്ഞുകൂടാത്തുണ്ട് ഈ അവിയലിനെ കുറിച്ച്. അവിയലില് പിന്നെ ഇത്രയും കഷ്ണം ഇടൂല്ല, ഇതിപ്പോ 28 കഷ്ണമില്ലേ അവിയലെന്ന് പറയാൻ. നമ്മൾ സാധാരണ ഒരു 10ഓളം മലക്കറിയല്ലേ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇവര് ഒരു കാലത്തും നന്നാവാത്തൊരു പിന്നെ മുന്നണിയാണിത്. ഇപ്പോഴേ തമ്മിലടിച്ച് പിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. കാരണം ഇവരെ കൊണ്ടൊന്നും ഒരു കാരണവശാലും ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് മുന്നോട്ട് പോകുമെന്ന്? സാറിന് എന്താണ് സാറിന്റെ അഭിപ്രായം? അല്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇത് തകർന്നു പോകുമെന്നൊരു പ്രതീക്ഷയൊന്നും അറിയില്ല. അധികാര മോഹികളാണ് ഇവര് മുഴുവനും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അവർക്ക് തന്നെ അറിയാം. ഇത് നമ്മളെ ഇന്ത്യയുടെ കംപ്ലീറ്റ് കരസേന ഇറങ്ങിയാൽ പോലും അവസാനം ഇലക്ഷൻ കഴിഞ്ഞാൽ ഇവരെ പിന്നെ പിടിച്ചു നിർത്താൻ പറ്റാത്ത കണ്ടീഷനാവും. അത്രയ്ക്കുള്ള പൊരിഞ്ഞ അടിയായിരിക്കും ഇവര് തമ്മിൽ. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ക്രിസ്റ്റഫർ എന്നാണോ പേര് പറഞ്ഞത്? ശ്രീ ക്രിസ്റ്റഫർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ക്രിസ്റ്റഫറിന് എന്ത് തോന്നുന്നു ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ? എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ഇന്ത്യ മുന്നണിയിൽ ഇനി പ്രതീക്ഷ വേണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത് എന്തുദ്ദേശിച്ചിട്ടാണെന്നാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാനത് ഇത്രയേ കണ്ടുള്ളൂ. ഇതിൽ കൺവീനർ സ്ഥാനം ഏറ്റെടുക്കേണ്ട ആൾ വരുന്നില്ല, ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മമതാ ബാനർജി പറയുന്നു. ഒരു യാത്ര, രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട യാത്ര വരികയാണ്. അതും ബംഗാളിലെത്തുമ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് മമതാ ബാനർജിയുടെ പ്രതികരണം. ഒപ്പം തന്നെ പഞ്ചാബിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ആം ആദ്മി പാർട്ടി തയ്യാറെടുക്കുന്നു. ബീഹാറിലില്ല, ബംഗാളിലില്ല, പഞ്ചാബിലില്ല, കേരളത്തിൽ തമ്മിൽ മത്സരിക്കുന്നു. ഇങ്ങനെ ഒരു മുന്നണി സംവിധാനത്തിന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ താങ്കളോട് ഈ ചോദ്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. ഇപ്പം ചിലർ പറയും ഇന്ത്യ മുന്നണിയിൽ ഒരുപാട് കക്ഷികളുണ്ട് എന്നുള്ളതാണ്. ആദ്യം താങ്കളെ പോലുള്ള ആളുകൾ പരിശോധിക്കേണ്ടത് NDA മുന്നണിക്കകത്ത് ഇപ്പോൾ നിലവിൽ 24 കക്ഷികളുണ്ട്. നേരത്തെ 32 പാർട്ടി ഉണ്ടായിരുന്നു, അതിനകത്ത് കുറച്ച് പേര് പിരിഞ്ഞു പോയിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, ഇപ്പോൾ നടക്കുന്ന ഈ ന്യായ യാത്ര എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പരിപാടിയാണ്. കോൺഗ്രസിന്റെ പരിപാടിയിൽ മറ്റുള്ള സംസ്ഥാനത്തിൽ ആരെങ്കിലും പങ്കെടുത്തോ ഇല്ലയോ എന്നുള്ളത് ഇന്ത്യ മുന്നണിയുടെ ഒരു വിഷയമേ അല്ല. നമുക്ക് ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാം. 2004 ഒന്നാം UPA ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പരസ്പരം മത്സരിച്ച് ഞങ്ങൾ പിന്നെ ഈ CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഏകദേശം 62 MP-മാരുണ്ടായിരുന്നു. ഈ MP-മാരെല്ലാം അതിനകത്ത് ബഹുഭൂരിപക്ഷം വരുന്ന 58 പേരും മത്സരിച്ച് തോൽപ്പിച്ചത് കോൺഗ്രസിനെയാണ്. എന്നിട്ടും അവിടെ ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് ഭരണത്തിൽ കയറാൻ വന്ന വാജ്പേയി സർക്കാരിനെ പുറത്തു നിർത്തുവാൻ വേണ്ടി ഒരാൾ പോലും അധികാരത്തിൽ കയറാതെ പുറത്തു നിർത്തിക്കൊണ്ട് അവിടെ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മുൻകാല അനുഭവമാണ്. എന്നുവെച്ചാൽ ഈ ഒരു വലിയൊരു ഈ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ NDA മുന്നണിയെ ഇല്ലാതാക്കിക്കൊണ്ട് അധികാരത്തിൽ പുറത്താക്കിയില്ല ഈ രാജ്യം ഒരു മതവർഗീയവാദത്തിന്റെ കൂടാരമാക്കിയിരുന്നു. അഫ്ഗാനിസ്ഥാൻ നിങ്ങൾ ഞാനും എങ്ങനെ കാണുന്നു അതുപോലെ ലോകം ഇന്ത്യയെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണാതിരിക്കാൻ കഴിയില്ല. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് ന്യൂസ് 18നെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയിൽ ഒന്ന് തകർന്നു കിട്ടിയെന്നല്ല. കാരണം ന്യൂസ് 18 അല്ലല്ല, അങ്ങനെ നിങ്ങൾ അങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നാൽ അതങ്ങനെ കേൾക്കാനിരിക്കുന്നത്. ന്യൂസ് 18 ഇന്ത്യ മുന്നണി ഒന്ന് തകർന്നു കിട്ടിയാൽ കൊള്ളാം എന്ന അഭിപ്രായമുണ്ടെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഞങ്ങളുടെ എഡിറ്റർ നിങ്ങളെ വിളിച്ച് പറഞ്ഞു ഇന്ത്യ മുന്നണി ഒന്ന് തകർന്നു കിട്ടിയാൽ കൊള്ളാം എന്ന് ഞങ്ങൾ കൊണ്ടത്. അല്ല, അങ്ങനെ നിങ്ങൾ എങ്ങനെയാണ്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ അഭിപ്രായം കിട്ടിയത്?
പറയട്ടെ, 20 ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒരു 20 മാധ്യമപ്രവർത്തകരെ ബഹിഷ്കരിച്ച കൂട്ടത്തിൽ 3 പേര് ഈ പറയുന്ന ന്യൂസ് 18 ഹിന്ദി ചാനൽ പേരാണ്. അത് അവർ ദേശാഭിമാനിയിൽ ആരെങ്കിലും ബഹിഷ്കരിച്ചോ? അല്ല, ഞാൻ ചോദിച്ചത് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ളത്. ഗോപി മീഡിയ എന്ന് പറയുന്ന ഒരു അല്ല, ഞാൻ ചോദിക്കുന്നത് അവർ 20 മാധ്യമ പ്രവർത്തകരെ ബഹിഷ്കരിച്ചു എന്ന് പറയുന്നു. അവർക്ക് ഞങ്ങളുടെ ചാനലിനെ ബഹിഷ്കരിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ അതൊരു ഒരു വ്യക്തിയെ ബഹിഷ്കരിച്ചതിന് എങ്ങനെയാണ് 3 പേരെ ബഹിഷ്കരിക്കുന്ന കാരണം നിങ്ങളുടെ ചാനൽ ഏത് തരത്തിലാണ്? ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ചാനലുകളിൽ ഏതിനെയാണ് ആരെയും ബഹിഷ്കരിക്കാത്ത ഏത് ചാനലുണ്ട് നിങ്ങളുടെ ഇന്ത്യ മുന്നണി? ചാനലിനകത്തിരിക്കുന്ന ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എല്ലാ ചാനലിലെയും ഓരോരുത്തരെയും അങ്ങ് ബഹിഷ്കരിക്കുകയാണ്. അതിന് ഞാനെന്ത് ചെയ്യാൻ കഴിയും? താങ്കളല്ലെന്ന് ഞാൻ പറയും. ഇന്ത്യ മുന്നണിയിൽ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് കേരളത്തിൽ ഇന്ത്യയിൽ ഒരു ചാനലിലും വിശ്വാസമില്ലേ? ഞാൻ ചോദിക്കുകയല്ല, ഇന്ത്യ മുന്നണിയിൽ ഇപ്പൊ ഈ പറഞ്ഞ ന്യൂസ് 18 ആരുടെ ചാനലാണെന്ന് എനിക്ക് തന്നെ വ്യക്തമല്ല. ന്യൂസ് 18 ആരുടെ ചാനലായിക്കോട്ടെ, ന്യൂസ് 18 ഒരു നിഷ്പക്ഷമായ നിലപാടുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ ഞാനിവിടെ നിൽക്കുന്നത്. അതെങ്ങനെയാണ് നിഷ്പക്ഷ നിലപാടുണ്ടാകുന്നത്? എനിക്കിന്നുവരെ ഏതായാലും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ഞാൻ പറയുന്നതാണല്ലോ ഇതിന്റെ ആധികാരികമായ ഒരു പ്രമാണം. എനിക്കിന്നുവരെ ഇന്ത്യ മുന്നണി തകർക്കുന്ന ഒരു നിലപാട് എടുക്കണം എന്നാവശ്യപ്പെട്ട് ഇതിന്റെ മാനേജ്മെന്റോ അല്ലെങ്കിൽ ഇത് ബന്ധപ്പെട്ട അധികാരികളോ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. അപ്പൊ അത് തന്നെയല്ലേ പ്രധാനം. ഈ ചാനൽ മുതലാളിയുടെ താല്പര്യം സംരക്ഷിക്കുന്നത് അല്ല, അങ്ങനെ ചാനൽ മുതലാളി ഒന്നും ഞങ്ങളെ വിളിച്ച് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം എന്ന് പറയുന്ന ഒരു രീതി ഇവിടെ ഇല്ല. അങ്ങേക്ക് എന്തോ കാര്യമായി തെറ്റുപറ്റി ആരോ പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു നിലപാടില്ല. നമുക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ, അത് പൊതുവായ രാജ്യത്തിന്റെ ഒരു നിലപാടാണ്. അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനായി പോയി എന്നുള്ള ആ നിലപാട് എന്തായാലും ഞങ്ങൾക്കില്ല. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഒന്നുമല്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം തന്നെയാണ്. ഇവിടെ എല്ലാവിധ നീതിന്യായ സംവിധാനങ്ങളിലും പൂർണ്ണമായി വിശ്വാസമുള്ളവരാണ് ഞങ്ങൾ. അല്ലാതെ വിമാനത്തിന്റെ ചിറകിലേറി ജീവൻ രക്ഷപ്പെടാനായി ആൾക്കൂട്ടം ഓടി അകലുന്ന ഒരു അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും താരതമ്യപ്പെടുത്താൻ എന്തൊക്കെ അതിനപ്പുറത്തേക്ക് ദേശീയ ഒരു നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും മുന്നണി തകരണമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും നിലംപരിശാകണമെന്നോ എന്നൊന്നും ഒറ്റ നിലപാടും ഞങ്ങൾക്കില്ല. ഇത്തരം തെറ്റായ ധാരണകൾ ഏതായാലും പൊതുവേദിയിൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. ഇന്നത്തെ പൊതുവേദിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒപ്പം ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഇന്ത്യ മുന്നണിയിൽ ഇനി പ്രതീക്ഷ വെക്കേണ്ടതുണ്ടോ എന്ന നിലപാടാണ് യൂട്യൂബിൽ മുന്നോട്ട് വെച്ചത്. അതിൽ 32% ആളുകൾ ഇന്ത്യ മുന്നണിയിൽ ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും പ്രശ്നങ്ങൾ മാറി അവർ ഒറ്റക്കെട്ടാകും എന്ന നിലപാട് സ്വീകരിക്കുന്നു. അതേസമയം 68% ആളുകൾ ഇതിൽ പ്രതീക്ഷ വേണ്ട എന്ന നിലപാടാണ് ഉള്ളത്. ഇന്നത്തെ ന്യൂസ് 18 പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.